ഇനി നമുക്ക് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ്. ഹിയർ ദ ജേണൽ ഓർ ഷാഫ്റ്റ് സ്ലൈഡ്സ് ഓവർ ദി ബെയറിംഗ്, അഥവാ അതിൽ വരുന്ന റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ആക്ഷൻ ആയിരിക്കും. ഓക്കെ, സ്ലൈഡിംഗ് ആക്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടു കോണ്ടാക്റ്റിംഗ് സർഫസസ് എ ഫിലിം ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് ഇൻ്റർപോസ്ഡ് ബിറ്റ്വീൻ ദം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കോണ്ടാക്റ്റിംഗ് സർഫസ് കൂടുതലായിരിക്കും അല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള കൂടുതലായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇൻ്റർപോസ് ചെയ്യും. ഓക്കെ, ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇതിൻ്റെ ഇടയിൽ രണ്ട് കോണ്ടാക്റ്റിംഗ് സർഫസിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കും. ഓക്കെ, ദെൻ ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കൊടുക്കാനുള്ള ഓയിൽ പ്ലഗൊക്കെ അതിലുണ്ടാവും. ഓക്കെ, നേരത്തെ നിങ്ങൾ ഫസ്റ്റ് ഫിഗർ കണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ദെൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയറക്ഷൻ ഓഫ് ലോഡ് ദീസ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ജേണൽ ബെയറിങ്സ് ആൻഡ് ത്രസ്റ്റ് ബെയറിംഗ്. ജേണൽ ബെയറിങ്സ് ആൻഡ് ത്രസ്റ്റ് ബെയറിങ്സ് എന്ന രണ്ട് തരമായിട്ട് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡയറക്ഷൻ ഓഫ് ലോഡ്. ഓക്കെ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ത്രസ്റ്റ് ബെയറിങ്ങും അതേപോലെ തന്നെ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള റേഡിയൽ ബെയറിങ്ങും എന്താണ് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിൻ്റെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ തിക്നെസ് ഓഫ് ലെയർ ഓഫ് ലൂബ്രിക്കൻറ്റ് ദീസ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു തിക്ക് ഫിലിം ബെയറിങ്സ്, തിൻ ഫിലിം ബെയറിങ്സ്, സീറോ ഫിലിം ബെയറിങ്സ് ആൻഡ് ഹൈഡ്രോസ്റ്റാറ്റിക് ഓർ എക്സ്റ്റേണലി പ്രഷറൈസ്ഡ് ലൂബ്രിക്കേറ്റിംഗ് ബെയറിങ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓയിൽ കൊടുക്കണം നമ്മൾ പറഞ്ഞു. ഓയിൽ കൊടുക്കുന്നതിൻ്റെ ഓയിലിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ഇതിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തിക്ക് ഫിലിംഗ് ബെയറിംഗ് അഥവാ അതിൻ്റെ ഓയിലിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ബെയറിങ്ങും ഷാഫ്റ്റും തമ്മിലുള്ള അല്ലെങ്കിൽ ജേണലും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ തിക്ക് ഫിലിംഗ് ബെയറിംഗ് ആണ് വരിക. ദെൻ ബെയറിങ്ങും ജേണലും തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ തിൻ ഫിലിം ബെയറിംഗ് ആയിരിക്കും വരിക. ദെൻ തീരെ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സീറോ ഫിലിം ബെയറിംഗ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി അതേപോലെ വേറൊരു ടൈപ്പ് ബെയറിംഗ് വരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ഓർ എക്സ്റ്റേണലി പ്രഷറൈസ്ഡ് ലൂബ്രിക്കേറ്റിംഗ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷറൈസ്ഡ് ഓയിൽ കൊടുത്തിട്ട് ഓയിലിന് സെപ്പറേറ്റ് സമ്പും അതുപോലെ പമ്പും ഒക്കെ ഉണ്ടാവും, അത് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ ഇതിലൊക്കെ നിങ്ങൾ അറിയില്ലേ, നമ്മളെ IC എൻജിനിൽ മെയിൻ ബെയറിങ്ങിലും അതേപോലെ ക്രാങ്ക് പിന്നിൻ്റെ ബെയറിങ്ങിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രഷറൈസ്ഡ് ആയിട്ട് ഓയിൽ കൊടുക്കുന്നുണ്ട് അല്ലേ, ഓയിൽ കൊടുക്കുന്നുണ്ട്. ആ ടൈപ്പിനാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഓർ എക്സ്റ്റേണലി പ്രഷറൈസ്ഡ് ലൂബ്രിക്കേറ്റിംഗ് ബെയറിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് യൂസ്ഡ് ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, ലാർജ് സൈസ് ഇലക്ട്രിക് മോട്ടോഴ്സ്, ടർബൈൻസ്, കോൺക്രീറ്റ് മിക്സ്ചർ, അതേപോലെ കൺവേയേഴ്സ്, അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ്, ഇതിൽ ഇൻ എൻജിൻസ്, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിനെ ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്സ്. സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ് ഇങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പല അഡ്വാൻറ്റേജസ് ഉണ്ടാവും അല്ലേ. ഓക്കെ, അതിലുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇറ്റ് ക്യാൻ ക്യാരി ഹെവി ലോഡ് അറ്റ് ഹൈ റൊട്ടേഷണൽ സ്പീഡ്. ഹൈ റൊട്ടേഷണൽ സ്പീഡിൽ നമുക്ക് ഇതിൽ ഹെവി ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് ഇത് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്സ്. ദ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് സ്പീഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓയിൽ ഫിലിം ഉണ്ടാവും രണ്ടിൻ്റെ ഇടയിൽ അഥവാ രണ്ട് കോണ്ടാക്റ്റിംഗ് സർഫസിൻ്റെയും ഇടയിൽ. അതേപോലെ ഇത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബെയറിങ്ങിൻ്റെ ഇന്നർ റേസിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. റൊട്ടേഷൻ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇത് കറക്റ്റ് സെൻറ്ററിലേക്ക് വരും. ഓക്കെ, സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കോണ്ടാക്റ്റിംഗ് സർഫസ് ഉണ്ടാവുമോ അഥവാ ഈ ഷാഫ്റ്റും ബെയറിങ്ങും തമ്മിൽ ടച്ച് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി ലോഡ് നമുക്ക് ഹൈ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ ഹെവി ലോഡ് ക്യാരി ചെയ്യാൻ ഈ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിന് പറ്റും. ഓക്കെ, ദെൻ അടുത്ത അഡ്വാൻറ്റേജ്, ഇറ്റ് ക്യാൻ അബ്സോർബ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻസ്. അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞു റണ്ണിങ്ങിൽ ഇതിൽ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഇല്ല. കോണ്ടാക്റ്റ് ഉള്ളത് ഒന്നും റൊട്ടേറ്റിങ്ങും ഒന്ന് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന
എലമെൻസിൻ്റെ ഇടയിൽ എന്ത് വന്നിട്ടുണ്ട്, ഓയിലിൻ്റെ ഒരു ഫിലിം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു ഷോക്ക് ലോഡോ ഒരു ഇമ്പാക്റ്റ് ലോഡോ ഒക്കെ വന്നു കഴിഞ്ഞാലും ആ ഷോക്കിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഓയിലിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് കണ്ടീഷൻസിലൊക്കെ നമുക്ക് സ്ലൈഡിങ് കോണ്ടാക്റ്റ് ബെയറിങ്സിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇൻ റണ്ണിങ് കണ്ടീഷൻ അടുത്ത അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഇൻ റണ്ണിങ് കണ്ടീഷൻ the contacting surfaces are separated by the film of lubricating oil. നേരത്തെ പറഞ്ഞതാണ്, റണ്ണിങ് കണ്ടീഷനിൽ കറക്റ്റ് സെൻറ്ററിലേക്ക് വരും. അപ്പോൾ കോണ്ടാക്റ്റിംഗ് സർഫസിൽ ടച്ച് ഉണ്ടാവില്ല, അഥവാ ആ രണ്ട് റിലേറ്റീവ് മോഷൻ ഉണ്ടാവുന്ന രണ്ട് സർഫസിൻ്റെ ഇടയിൽ ഈ ഫിലിം ഉണ്ടാവും, ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഒരു ഫിലിം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ടച്ച് ചെയ്യില്ല. സിൻസ് നോ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ആൾമോസ്റ്റ് നോയ്സ്ലെസ് ഓപ്പറേഷൻ ആയിരിക്കും, അഥവാ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും സ്ലൈഡിങ് കോണ്ടാക്റ്റ് ബെയറിങ്ങിൽ ഉണ്ടാവുക, അഥവാ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട്. റണ്ണിങ് കണ്ടീഷനിൽ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ഇറ്റ് ക്യാൻ ബി ഡിസൈൻഡ് ആസ് സ്പ്ലിറ്റ് സ്ട്രക്ചർ. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് കഷ്ണമായിട്ട് ഈ ബെയറിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാം. ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ്ങിൽ ഹാഫ് ബെയറിങ്ങിൽ ഉണ്ടാവുക, രണ്ട് സൈഡിൽ നിന്നും ബെയറിങ് വെച്ചിട്ട് നമ്മൾ ബോൾട്ട് ചെയ്യാണ് സാധാരണ ചെയ്യാറ് അല്ലേ. അതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡിങ് കോണ്ടാക്റ്റ് ബെയറിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പരിപാടി നമ്മുടെ റോളിംഗ് കോണ്ടാക്റ്റിൽ നടക്കുമോ? കാരണം റോളിംഗ് കോണ്ടാക്റ്റിൽ എങ്ങനെയാണ്, റോളിംഗ് എലമെൻറ്റ് ഉണ്ടാവും. ബാൾ ബെയറിങ് അല്ലെങ്കിൽ റോളർ ബെയറിംഗ് ഒക്കെ റോളിംഗ് എലമെൻറ്റ് ഉണ്ടാവും. അത് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ ഒരു പരിപാടി സ്ലൈഡിങ് കോണ്ടാക്റ്റ് ബെയറിങ്ങിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. Then next one, service life of sliding contact bearings is not fixed as distinct as in rolling contact bearings, and it is not depend upon the speed. റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിൻ്റെ സർവീസ് ലൈഫ് അതിൻ്റെ സ്പീഡിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനത്തെ സർവീസ് ലൈഫിന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള സർവീസ് ലൈഫില്ല. അതേപോലെ സ്പീഡിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അത് നമുക്ക് ഈ മൊഡ്യൂളിൻ്റെ അല്ലെങ്കിൽ ഈ ഭാഗത്തിൻ്റെ ലാസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് സ്ലൈഡിങ് കോണ്ടാക്റ്റ് ബെയറിങ് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ സ്ലൈഡിങ് കോണ്ടാക്റ്റിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ എന്തുണ്ടാവും, ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്ലൈഡിങ് കോണ്ടാക്റ്റ് ബെയറിംഗ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ദർ ഇസ് എ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് അറ്റ് ദ സ്റ്റാർട്ടിങ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ടാവും. അഥവാ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഷാഫ്റ്റ് ബെയറിങ്ങിൻ്റെ ഇന്നർ സർഫസിൽ ടച്ച് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഓക്കെ, പിന്നെ ഓൺ ചെയ്യുന്ന സമയത്ത് റൊട്ടേഷൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് കറക്റ്റ് സെൻറ്ററിലേക്ക് വരിക നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്, മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് നമുക്ക് വേണ്ടി വരും ഇത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ദീസ് ബെയറിങ്സ് റിക്വയർ അഡീഷണൽ ആക്സസറീസ് ലൈക്ക് സമ്പ്, ഫിൽറ്റർ, പൈപ്പ് ലൈന് ആൻഡ് പമ്പ് വിച്ച് ഇൻക്രീസ് ദ കോസ്റ്റ്. അഥവാ സ്ലൈഡിങ് കോണ്ടാക്റ്റ് ബെയറിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഷറൈസ്ഡ് സ്ലൈഡിങ് കോണ്ടാക്റ്റ് ബെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു സമ്പ് വേണ്ടി വരും, പിന്നെ ഒരു പമ്പ് വേണ്ടി വരും, ഫിൽട്ടർ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ അതിനുള്ള പൈപ്പ് ലൈൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ കോസ്റ്റ് കൂടും. ഓക്കെ, പക്ഷേ സാധാരണ ടൈപ്പ് സ്ലൈഡിങ് കോണ്ടാക്റ്റ് ബെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അഥവാ പ്രഷറൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദ എക്സെൻട്രിസിറ്റി ഓഫ് റൊട്ടേഷൻ ഓഫ് ജേണൽ വാരീസ് വിത്ത് സ്പീഡ് ആൻഡ് ലോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്, ഓയിൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് സ്പീഡിനനുസരിച്ചും ലോഡിനനുസരിച്ചും എന്ത് ചെയ്യും, ഇതിൻ്റെ എക്സെൻട്രിസിറ്റി അഥവാ ഈ വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് കൂടാനും കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെയിൻറ്റെയിൻ പ്രിസൈസ് അലൈൻമെൻറ്റ് ഓഫ് ദി ഷാഫ്റ്റ്. ഈ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് പ്രിസൈസായിട്ട് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടെ താഴേക്കായിട്ടായിരിക്കും ഈ ഷാഫ്റ്റ് കറങ്ങുന്നുണ്ടാവുക. ലോഡ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മേലേക്കായിട്ട് കറങ്ങുന്നുണ്ടാവും. അപ്പം ലോഡൊക്കെ ഒപ്റ്റിമാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ കറങ്ങുന്നുണ്ടാവും. അതുപോലെ സ്പീഡ് കുറയുന്ന സമയത്ത് താഴേക്ക് വരും, സ്പീഡ് കൂടുന്ന സമയത്ത് സെൻറ്ററിലേക്ക് പോകും അല്ലേ. അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രിസൈസായിട്ട് അലൈൻമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് വൺ, മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ്
higher because of replacement of lubricating oil at regular intervals. സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം. അതിൽ ചെറിയ കണ്ടാമിനൻസ് ഒക്കെ വരാനുള്ള, സെഡിമെൻറ്റ്സ് ആയിട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ വണ്ടികളിലൊക്കെ സാധാരണ ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു 3000-4000 കിലോമീറ്ററൊക്കെ ഓടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓയിൽ മൊത്തത്തിൽ മാറ്റി കൊടുക്കും അല്ലേ. അതേപോലെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ റണ്ണിങ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും എന്തിന്, അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിന്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ ദർ ഈസ് നോ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്സ്, ഹെൻസ് ദർ റീപ്ലേസ്മെൻറ്റ് ഈസ് ആൾസോ ഡിഫിക്കൽട്ട്. അഥവാ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് അല്ല. അതിൻ്റെ ഇന്നർ ഡയമീറ്റർ സ്റ്റാൻഡർഡൈസ് അല്ല. കാരണം ജേണലും ഈ ബെയറിങ്ങിൻ്റെ ഇന്നർ സർഫസും തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് സ്റ്റാൻഡർഡൈസ് ആയിരിക്കില്ല അതിൻ്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ്, ബെയറിങ് കേട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഇത്രയാണ് എന്ത് ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്. ഇനി നമുക്ക് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ് നോക്കാം. റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോണ്ടാക്റ്റ് സർഫസസ് തമ്മിലുള്ള റിലേറ്റീവ് മോഷന് റോളിംഗ് ആക്ഷൻ ആയിരിക്കും. ഓക്കെ, ബെയറിങ്സ് ദാറ്റ് യൂസ് റോളേഴ്സ് ഓർ ബാൾസ് ആർ ടേംഡ് ആസ് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ്. അപ്പോൾ റോളിംഗ് എലമെൻറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ബെയറിംഗ് ആണത് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ്. ഇൻ ദിസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് റീപ്ലേസ്ഡ് ബൈ റോളിംഗ് ഫ്രിക്ഷൻ. അഥവാ നേരത്തെ നമ്മൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആയിരുന്നു അതിലുണ്ടായിരുന്ന ഫ്രിക്ഷൻ പറഞ്ഞിരുന്നത്. ഇതിൽ റോളിംഗ് ഫ്രിക്ഷനാണ്. റോളിംഗ് ഫ്രിക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറച്ചും കൂടെ കുറവായിരിക്കും റോളിംഗ് ഫ്രിക്ഷൻ അല്ലേ. സ്ലൈഡിംഗ് ഫ്രിക്ഷനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ബെയറിങ്സിനെ അഥവാ റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്സിനെ നമ്മൾ ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ് എന്ന് പറയാറുണ്ട്. ഓക്കെ, റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിനെ ശരിക്കും ശ്രദ്ധിക്കുക. റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിന് ഇത് PSCക്കോ അങ്ങനെയുള്ള ഇതിനൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ ലെറ്റിനൊക്കെ പോകുകയാണെങ്കിലൊക്കെ ചോദിക്കും. ഓക്കെ, റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിന് ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ് എന്ന് അറിയപ്പെടാറുണ്ട്. കാരണം എന്താണ്, സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും. ആ സ്ലൈഡിംഗ് ഫ്രിക്ഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോളിംഗ് ആക്ഷനുള്ള റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ് നമുക്ക് അതിനെ പറയാം. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ റോളിംഗ് മെമ്പർ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ആസ് ബാൾ ബെയറിംഗ്, റോളർ ബെയറിംഗ്, നീഡിൽ ബെയറിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ റോളിംഗ് എലമെൻറ്റ് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷനായിട്ട് വരുന്നത് ദീസ് ആർ യൂസ്ഡ് ഇൻ മെഷീൻ ടൂൾസ്, സ്പിൻഡിൽസ്, ഓട്ടോമൊബൈൽ ഫ്രണ്ട് ആൻഡ് റിയർ ആക്സിൽസ്. ആക്സിൽ അഥവാ ടയർ കൊടുക്കുന്ന വീല് കൊടുക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ സാധാരണ റോളർ ബിയറിംഗ് ഒക്കെ ഉണ്ടാവുക. ടാപ്പേഡ് റോളർ ബിയറിംഗ് അല്ലെങ്കിൽ നീഡിൽ ബെയറിംഗ് ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. ഓക്കെ, ഗിയർ ബോക്സിലുള്ള ബെയറിങ് ഈ ടൈപ്പ് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ് ആണ്. അതുപോലെ ചെറിയ ഇലക്ട്രിക് മോട്ടോഴ്സിൽ ഈ ടൈപ്പ് ആയിരിക്കും. അതുപോലെ മെഷീൻ ടൂൾ സ്പിൻഡിൽ ഇപ്പോൾ ഈ ഡ്രില്ലിംഗ് മെഷീനൊക്കെ അല്ലേ, ഇങ്ങനെയുള്ള ഇതിലൊക്കെ റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ, റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്സ്. അടുത്തതായിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് വേണം അഡ്വാൻറ്റേജസ് ഓഫ് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ് നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കാൻ. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഇറ്റ് ഹാസ് ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക്. എന്തായിരിക്കും കാരണം ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് വരാൻ കാരണം? അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ് ആണ്. റോളിംഗ് ആക്ഷന് ഫ്രിക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ടോർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇറ്റ് ഹാസ് ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഓക്കെ, then it can carry combined radial and axial loads. ഇതിന് റേഡിയൽ ലോഡും ആക്സിയൽ ലോഡും ക്യാരി ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. റേഡിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബെയറിങ്ങിൻ്റെ റേഡിയലി വരുന്ന ലോഡിനാണ് റേഡിയൽ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആക്സിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ആക്സിന് പാരലായിട്ട് വരുന്നതാണ് ആക്സിയൽ ലോഡ്. ഈ രണ്ട് ലോഡിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, തേർഡ് വൺ, ഇറ്റ് റിക്വയേഴ്സ് ലെസ് ആക്സിയൽ സ്പേസ്. അഥവാ
ഇതിൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും. ഓക്കെ, നമുക്ക് ഫിഗർ കാണിച്ച സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും. ഓക്കെ, വിഡ്ത്ത് കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇതിൻ്റെ റേഡിയൽ അഥവാ ഡയമീറ്റർ കുറച്ച് കൂടുതലായിരിക്കും. അത് നമുക്ക് ഡിസഡ്വാൻറ്റേജിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഇറ്റ് റിക്വയർസ് ലെസ് ആക്സിയൽ സ്പേസ്. ഓക്കെ, ആക്ച്വലി ചെറിയ സ്പേസ് മതി, അത് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ അക്യുറേറ്റ് അലൈൻമെൻറ്റ് ഓഫ് പാർട്സ് ക്യാൻ ബി മെയിൻറ്റെയിൻ. നേരത്തെ നമ്മൾ സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, അക്യുറേറ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ റോളിംഗ് കോണ്ടാക്ട് ബെയറിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണത്, അഥവാ അക്യുറേറ്റ് അലൈൻമെൻറ്റ് ഓഫ് പാർട്സ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. ദെൻ അടുത്ത പോയിൻ്റ്, ദ ലൂബ്രിക്കേഷൻ ഈസ് സിമ്പിൾ. നേരത്തെ നമ്മൾ സ്ലൈഡിങ് കോണ്ടാക്ട് ബെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം, അപ്പോൾ കോസ്റ്റ് കൂടും, അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും, റണ്ണിങ് കോസ്റ്റ് കൂടും എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ ആ ഒരു പ്രശ്നമില്ലാതല്ല, ലൂബ്രിക്കേഷൻ ഈസ് സിമ്പിൾ. എങ്ങനെയാണ് ലൂബ്രിക്കേഷൻ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞത്? റോളിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിൽ സാധാരണ ഗ്രീസാണ് യൂസ് ചെയ്യുക. ഗ്രീസ് എന്ത് ചെയ്താൽ മതി? ആ റോളിംഗ് എലമെൻറ്റിൽ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ബെയറിംഗ് ഈസ് ഈസി ഡ്യൂ ടു സ്റ്റാൻഡേർഡൈസേഷൻ. ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബെയറിങ്സ് ആയിരിക്കും, അഥവാ അതിൻ്റെ ഇന്നർ റേസ് കറക്റ്റായിട്ട് ഷാഫ്റ്റ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നർ റേസ് ഷാഫ്റ്റിൽ കറക്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, അവിടെ റിലേറ്റീവ് മോഷൻ ഉണ്ടാവില്ല. റിലേറ്റീവ് മോഷൻ ഉണ്ടാവുക ഇന്നർ റേസും ഔട്ടർ റേസും തമ്മിലായിരിക്കും, അതിൻ്റെ ഇടയിൽ റോളിംഗ് എലമെൻറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡൈസ് ആയതുകൊണ്ട് തന്നെ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി ബെയറിംഗ് വെരി സിമ്പിളാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് റിലയബിൾ ഇൻ സർവീസ്. അപ്പോൾ നമ്മുടെ സ്ലൈഡിംഗ് കോണ്ടാക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിലയബിൾ ആയിട്ടുള്ള സർവീസാണിത് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിന് ഉണ്ടാവുക. നമുക്ക് അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. ഇനി ഡിസഡ്വാൻറ്റേജ് ഓഫ് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ് ഹാസ് പുവർ ഡാമ്പിംഗ് കപ്പാസിറ്റി. നമ്മൾ നേരത്തെ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞ സംഗതികൾ വെച്ചിട്ട് വേണം ഡിസഡ്വാൻറ്റേജ് ഓഫ് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ് നമ്മൾ മനസ്സിലാക്കാൻ. ഇറ്റ് ഹാസ് പുവർ ഡാമ്പിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് കോണ്ടാക്റ്റിൽ ബെയറിങ്ങിലുള്ള പോലെ ഓയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ഡാമ്പിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. ഡാമ്പിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഷോക്ക് ലോഡ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ലോഡൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. ഓക്കെ, അതൊക്കെ ഇതിന് കുറവായിരിക്കും. പെട്ടെന്നുള്ള ഷോക്ക് ലോഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ബെയറിങ് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് റിക്വയേഴ്സ് മോർ റേഡിയൽ സ്പേസ്. നമ്മൾ നേരത്തെ പറഞ്ഞു റേഡിയൽ സ്പേസ് കൂടുതലായിട്ട് വേണം, അഥവാ ഡയമീറ്റർ കൂടുതലായിരിക്കും ഇതിന്. അഥവാ കാരണം എന്തായിരിക്കും? ഈ ഷാഫ്റ്റിൻ്റെ മേലെ എന്ത് വരണം? ഇന്നർ റേസ് വരണം, അത് കഴിഞ്ഞിട്ട് റോളിംഗ് എലമെൻറ്റ് വരണം, അത് കഴിഞ്ഞിട്ട് ഔട്ടർ റേസ് വരണം അല്ലേ. അപ്പോൾ റേഡിയലി അതിൻ്റെ സ്പേസ് കൂടുതലായിരിക്കും. ആക്ച്വലി കുറവാണെങ്കിൽ പോലും റേഡിയലി കൂടുതലായിരിക്കും. അപ്പോൾ ഫിഗർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ദെൻ തേർഡ് വൺ, ഇറ്റ് ജനറേറ്റ് മോർ നോയ്സ് ഡ്യൂ ടു മെറ്റൽ കോണ്ടാക്റ്റ്. മോർ നോയ്സ് അറ്റ് ഹയർ സ്പീഡ്സ് ആൻഡ് വേൺ ഔട്ട് ഓഫ് കോണ്ടാക്റ്റ് സർഫസസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മെറ്റൽ കോണ്ടാക്റ്റ് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ എങ്ങനെയാണ് ഓയിലാണ് കോണ്ടാക്റ്റിൽ വരുന്നത് റണ്ണിങ് കണ്ടീഷനിൽ അല്ലേ. അങ്ങനെ ആകുമ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള നോയ്സ്ലെസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു. ഇവിടെ റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിൽ മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ട്. ഏതൊക്കെ എങ്ങനെയാണ് മെറ്റൽ കോണ്ടാക്റ്റ് വരുന്നത്? ഈ ഇന്നർ റൈസും റോളിംഗ് എലമെൻറ്റും ഔട്ടർ റൈസും തമ്മിൽ ഇങ്ങനെ റിലേറ്റീവ് മോഷൻ ഉണ്ട് അല്ലേ. മെറ്റൽ കോണ്ടാക്റ്റാണ് വരുന്നത്. സാധാരണ സ്റ്റീൽ ബാൾസ് റോളേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ട്, അപ്പോൾ നോയ്സ് ഉണ്ടാവും. ഇനി ഈ റോളിംഗ് എലമെൻസിനോ അല്ലെങ്കിൽ ഇന്നർ റേസിനോ ഔട്ടർ റേസിനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുക, പ്രൊജക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ സൗണ്ട് വീണ്ടും കൂടും. അതേപോലെ ഹയർ സ്പീഡാണെന്നുണ്ടെങ്കിൽ വീണ്ടും കൂടും. ഓക്കെ, അങ്ങനെ സൗണ്ട് കൂടുതലുള്ള ഒരു പ്രശ്നം ആർക്കുണ്ട്? റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിനുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ, ദീസ് ആർ മോർ സെൻസിറ്റീവ് ടു ഡസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. അഥവാ പുറത്തുള്ള അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനിലാണ് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ് യൂസ് ചെയ്ത് വെച്ചെങ്കിൽ എന്ത് ചെയ്യും? ഡസ്റ്റ്, ഡേർട്ട്, ഫോറിൻ പാർട്ടിക്കിൾസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഈ ബാളിന് അല്ലെങ്കിൽ ഈ റോളിംഗ് എലമെൻസിന് ചെറിയ
സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ സ്ക്രാച്ചുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ഇതിൻ്റെ സൗണ്ട് കൂടും അല്ലേ, അതേപോലെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കില്ല. ഓക്കെ, അങ്ങനെ ഫോറിൻ പാർട്ടിക്കിളോ ഡസ്റ്റോ ഡേർട്ടോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രീസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബാളുകളെ നമുക്ക് കറക്റ്റായിട്ട് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നില്ല, അത്രയും രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗ്രീസ് കൊടുത്തിട്ടുണ്ടാവും അതിന്. ഓക്കെ, അപ്പോൾ ഈ ഡസ്റ്റും ഡേർട്ടും അതുപോലെ ഫോറിൻ പാർട്ടിക്കിൾസൊക്കെ അതിൽ വരിക എന്നുള്ളത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്, വരാനുള്ള ചാൻസ് കൂടുതലാണ്. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവുകയും ചെയ്യും. ഓക്കെ, അതൊരു ഡിസഡ്വാൻറ്റേജാണ്. ഇനിയിപ്പോൾ സ്ലൈഡിങ് കോൺടാക്റ്റ് ബെയറിങ്ങിലാണ് ഡസ്റ്റൊക്കെ വരുന്നത് വെച്ചെങ്കിൽ എന്തായിരിക്കും, അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഓയിലാകുമ്പോൾ തന്നെ ആ ഓയിൽ നേരെ സമ്പിലേക്ക് വരുന്ന സമയത്ത് സമ്പിൽ ഇപ്പോൾ ഓയിലിനേക്കാൾ ഡെൻസിറ്റി കൂടിയ ഫോറിൻ പാർട്ടിക്കിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ സമ്പിൽ അത് താഴെ അടിഞ്ഞു നിൽക്കും അല്ലേ. അപ്പോൾ സ്ലൈഡിങ് കോൺടാക്റ്റ് ബെയറിങ്ങിൽ ഇത്രത്തോളൊരു പ്രശ്നം വരുന്നില്ല. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ, ജനറലി മോർ എക്സ്പെൻസീവ് ദാൻ സ്ലൈഡിങ് കോൺടാക്റ്റ് ബെയറിങ്. സ്ലൈഡിങ് കോൺടാക്റ്റ് ബെയറിങ്ങിനേക്കാൾ കുറച്ചും കൂടെ എക്സ്പെൻസീവാണ് ആര്, റോളിംഗ് കോൺടാക്റ്റ് ബെയറിങ്. കാരണം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള റോളിംഗ് എലമെൻറ്റ് വേണം, ഇന്നർ റേസ് വേണം, ഔട്ടർ റേസ് വേണം. അതേപോലെ ഈ റോളിംഗ് എലമെൻറ്റിനെ അവിടെ നിർത്തുന്ന ഒരു കേജാണ്, ആ കേജ് വേണം. അപ്പോൾ അങ്ങനെ കുറേ ചെറിയ പാർട്സ് ഉള്ളതുകൊണ്ട് തന്നെ റോളിംഗ് കോൺടാക്റ്റ് ബെയറിങ് കുറച്ച് എക്സ്പെൻസീവാണ് സ്ലൈഡിങ് കോൺടാക്റ്റ് ബെയറിങ്ങിനേക്കാൾ. ഓക്കെ, പക്ഷേ നമ്മൾ സ്ലൈഡിങ് കോൺടാക്റ്റ് ബെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് അവിടെയും എക്സ്പെൻസീവ് എന്ന് പറയുന്നത്, അത് പക്ഷേ ഏതായിരുന്നു, പ്രഷറൈസ്ഡ് സ്ലൈഡിങ് കോൺടാക്റ്റ് ബെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് സമ്പ് വേണം, പമ്പ് വേണം, പൈപ്പ് ലൈൻസ് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു കേസ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ റോളിംഗ് കോൺടാക്റ്റ് ബെയറിങ് സ്ലൈഡിങ് കോൺടാക്റ്റ് ബെയറിങ്ങിനേക്കാൾ എക്സ്പെൻസീവാണ്.